അംഗരാജ്യത്തിന് ആ പേര് ലഭിക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന് വാൽമീകി രാമായണത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: പരമശിവനും പാർവതിക്കും ജനിക്കുന്ന കുഞ്ഞിന് മാത്രമേ താരകനെ വധിക്കാനാകൂവെന്ന് ദേവലോകത്തിന് അറിവ് കിട്ടി. രാക്ഷസേശ്വരനായ താരകന്റെ അക്രമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ദേവലോകം ശിവപുത്രനു വേണ്ടി കാത്തിരിപ്പായി. ഇക്കാലത്ത് സതീവിയോഗത്താൽ ദുഃഖിതനായ പരമശിവൻ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. ഭഗവാൻ ശിവശങ്കരന്റെ പത്നീപദത്തിനായി പാർവതി തപസ്സിലും. ഭഗവാന്റെ മനസ്സിൽ കാമവികാരം ഉണർത്തി അദ്ദേഹത്തിന് പാർവതിയോട് താല്പര്യമുണ്ടാക്കുന്നതിന് ദേവേന്ദ്രൻ കാമദേവനെ നിയോഗിച്ചു. പരമേശ്വരനെ പ്രണയപരവശനാക്കുന്ന കർത്തവ്യം കാമദേവൻ സസന്തോഷം ഏറ്റെടുത്തു. ധ്യാന നിമഗ്നനായിരുന്ന ഭഗവാന് നേരെ കാമദേവൻ മദനബാണങ്ങൾ എയ്തു തുടങ്ങി. പൂവമ്പേറ്റ ശിവൻ കാമപീഡിതനായി മാറി. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും വിവേകചിന്തകൾ വിട്ടൊഴിഞ്ഞിരുന്നില്ല. ഭഗവാൻ കണ്ണുകൾ തുറന്നു. എന്താണിങ്ങനെ മനം മാറ്റമുണ്ടായത്? പരമേശ്വരൻ കണ്ണുകൾ 4 ദിക്കിലും പായിച്ചു. അപ്പോൾ ഒളിഞ്ഞു നിന്ന് പുഷ്പബാണം തൊടുക്കുന്ന കാമദേവനെ ഭഗവാൻ കണ്ടു. ക്രുദ്ധനായ ദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. അതിൽ നിന്നും പ്രവഹിച്ച അഗ്നി കാമദേവന്റെ സുന്ദര ശരീരത്തിൽ പതിക്കുകയും അദ്ദേഹം ഭസ്മമായി തീരുകയും ചെയ്തു. ഇപ്രകാരം കാമദേവന് അംഗം നഷ്ടമായ രാജ്യമാണ് പിൽക്കാലത്ത് അംഗരാജ്യം എന്നറിയപ്പെട്ടിരുന്നത്. അംഗരാജൻ വൈകർത്തനൻ കർണനെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അടുത്തത് ദുർവാസാവ് ശ്വേതകിയുടെ യാഗാചാര്യനായ കഥയാണ്. തുടരും.